ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ, പേ ലേറ്റർ. ഫിഫ ലോകകപ്പിനോടനുബന്ധിച്ച് പാലക്കാട് ജില്ലാ ഫുട്ബോൾ റഫറീസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ജില്ലയിലെ റഫറിമാർ ഒത്തുചേരും. റഫോറിയ 2K26 എന്ന പേരിൽ ജൂൺ 20 നൂറണി ഗ്രൗണ്ടിലാണ് ഒത്തുചേരൽ സംഘടിപ്പിച്ചിരിക്കുന്നതെന്ന് സെക്രട്ടറി ആർ ശശികുമാർ പറഞ്ഞു. ഇങ്ങനെ ഒരു സംരംഭം നടത്താനുണ്ടായ സാഹചര്യം എന്താണെന്ന് വെച്ചാൽ, ഈ വർഷം 2026 വേൾഡ് കപ്പിൽ ഒരുപാട് ചേഞ്ചസ് വരുന്നുണ്ട്. ലോസ് ഓഫ് ദ ഗെയിമിൽ കുറെ ചേഞ്ചസ് വന്നിട്ടുണ്ട്. അപ്പൊ അത് ഈ കളി കണ്ടുകൊണ്ട് അവർക്ക് എത്താൻ, ജനങ്ങളിലേക്ക് എത്തുക എന്ന് പറയുന്നത് അത്ര സാധ്യമല്ലാന്ന് തോന്നി. അപ്പൊ പാലക്കാട് ജില്ല പോലെ ഉള്ള ഒരു സ്ഥലത്ത് ജനങ്ങളിലേക്ക് എത്തണമെങ്കിൽ റഫറിമാരുടെ ഒരു കൂട്ടായ്മ വേണമെന്നൊരു തോന്നലാണ് ഞങ്ങൾക്ക് വന്നത്. അതുകൊണ്ട് ഈ വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ട ഒരു മത്സരം ആരംഭിക്കുക, അതിൽ റഫറിമാര് നിന്നുകൊണ്ട് തന്നെ അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ആശയം ഉണ്ടായത്. അങ്ങനെ വേൾഡ് കപ്പ് ടീമുകളിൽ 2 ടീമായിട്ട് റഫറിമാരെ, പാലക്കാട് ജില്ലയിലെ റഫറിമാരെ തിരിച്ചുകൊണ്ട് കളി ജൂൺ 20 5 മണിക്ക് നൂറിനി ടർഫിൽ, നമ്മുടെ ഫുട്ബോൾ ടർഫിൽ വെച്ചിട്ടാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത്. അത് ഉദ്ഘാടനം ചെയ്യാനായിട്ട് നമ്മുടെ മുനിസിപ്പൽ കൗൺസിലർ ശ്രീ സ്മിതേഷ് അവരെ ക്ഷണിച്ചിട്ടുണ്ട്. ചെയർമാനെ ക്ഷണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അധ്യക്ഷ സ്ഥാനത്തേക്ക് നമ്മുടെ വാർഡ് മെമ്പർ, കൺസേൺഡ് നോണി കൗൺസിലറെ വിപിനെ ക്ഷണിച്ചിട്ടുണ്ട്. അതിനുശേഷം മത്സരം അവിടെ ആരംഭിക്കുന്നതാണ്. ജില്ലയിലെ റഫറിമാർ ലോകകപ്പിൽ മത്സരിക്കുന്ന ജർമ്മനി, സ്പെയിൻ ടീമുകളെ പ്രതിനിധീകരിച്ചായിരിക്കും ജേഴ്സി അണിയുന്നത്. വൈകിട്ട് 5 നടക്കുന്ന സൗഹൃദ മത്സരം നഗരസഭാ ചെയർമാൻ പി സ്മിതേഷ് ഉദ്ഘാടനം ചെയ്യും. ലോക ഫുട്ബോളിൽ നിലവിൽ വന്നതും 2026 ലോകകപ്പിൽ കൂടുതൽ പ്രാധാന്യത്തോടെ നടപ്പിലാക്കുന്നതുമായ നിയമ ഭേദഗതികളും കളി നിയന്ത്രണത്തിലെ പുതുമകളും പൊതുജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് പരിപാടിയുടെ ലക്ഷ്യം. കളിയുടെ ചടുലത വർദ്ധിപ്പിക്കുന്നതിനും സമയനഷ്ടം ലക്ഷ്യമിട്ട് നടപ്പാക്കുന്ന പുതിയ നിയമങ്ങളുടെ പ്രാധാന്യം മത്സരത്തിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കാനാണ് ശ്രമിക്കുന്നതെന്നും ആർ ശശികുമാർ പറഞ്ഞു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ റഫറിമാർ ഉള്ളതും പാലക്കാട് ജില്ലയിൽ വനിതാ പ്രാതിനിധ്യവുമുണ്ട്. ഫുട്ബോളിന്റെ വളർച്ചയ്ക്ക് അടിസ്ഥാന സൗകര്യങ്ങളിൽ 5 വയസ്സ് മുതലുള്ള പരിശീലനം ആവശ്യമാണ്. കായിക മേഖലയ്ക്ക് സർക്കാർ പരിഗണന നൽകുന്നുണ്ടെങ്കിലും കേവലം ഇതൊരു ജോലി സമ്പാദ്യമായി മാത്രമേ പല താരങ്ങളും കാണുന്നുള്ളൂ. സ്കൂൾ തലത്തിൽ കായികാധ്യാപകരുടെ എണ്ണം വർദ്ധിപ്പിക്കുകയും നിരന്തര പരിശീലനം കൊണ്ട് മാത്രമേ കായിക മേഖലയ്ക്ക് നേട്ടം കൈവരിക്കാൻ കഴിയുകയുള്ളൂ എന്നും റഫറിമാർ കൂട്ടിച്ചേർത്തു. Time Kids Preschool, Manannur Road, വാണിയംകുളം. Dot View News. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.